ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവി തേങ്ങ പഴം ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അപ്പമാണ്, 4 മണി പലഹാരം. ഞാനിത് ഒരു കപ്പ്, ചെറിയൊരു കപ്പിൽ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇത്രയും റവ എടുത്തിട്ട് ഞാൻ നേരത്തെ 10 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിടണം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. കൂടെ കുറച്ച് ഇടാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇടാം. കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഇടാം. വെല്ലം ഇടാം. വെല്ലം ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം. ചെറിയൊരു മധുരത്തിന് കുറച്ച് മധുരം, കുറച്ച് ഉപ്പ്, ഇതൊക്കെ നന്നായിട്ടുണ്ടാകും. ഒരു 4 മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുട്ടികളൊക്കെ കഴിക്കും. ഒരു പഴം ഞാനിവിടെ 4 എണ്ണം ഉണ്ട്. ഞാൻ 4 എണ്ണം ഇടുന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് ഇടാം. നമുക്ക് പഴം അത്രയുണ്ട്. നമ്മൾ വാഴയ്ക്കൊക്കെ കൊണ്ടുവന്ന് പഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. പഴുത്ത് പറഞ്ഞാൽ അത് കളയേണ്ട ആവശ്യമില്ല, അത് നന്നായിരിക്കും. ഇത് 4 എണ്ണം. ഏത് പഴമാണ് വെച്ചാലും ഇടാം. നേന്ത്രപ്പഴം ഇടാം, ഇതും ഇടാം, പൂവമ്പഴം ഇടാം, നന്നായിട്ടുണ്ടാകും. ഇത് ഞാൻ ഈ പഴം ഇടുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പഴം ഇത് നന്നായിട്ട് കയ്യെ കൊണ്ട് കുഴച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ വാഴയ്ക്ക് പഴുത്ത് പറഞ്ഞ് കളയാണ്ട് ഇതങ്ങനെ റവ കുറച്ച് നേരം കുതിരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു കുതിർത്തി വെച്ചതാണ്. ചെറിയൊരു കപ്പിൽ നമുക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ നന്നായി കുഴച്ചിട്ടുണ്ട്. നമുക്ക് കയ്യോ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ പരത്തി അപ്പമാതിരി ചൂടാം. അല്ലെങ്കിൽ ഇത്തിരി ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിലോ കൊണ്ട് എടുത്തിട്ട് നമുക്ക് പരത്താം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചു, ദോശക്കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. നന്നായി ചൂടായി ഒന്ന് താത്തി വെച്ച ശേഷം നമുക്ക് കയ്യോ കൊണ്ട് ഇതങ്ങനെ പരത്താം. കുറച്ചെടുത്തിട്ട് ഇതങ്ങനെ വെച്ച് ഇതങ്ങനെ പരത്തി കൊടുക്കുക. ഇത്തിരി വെള്ളമൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ നന്നായി പരത്തി കൊടുക്കുക. കൈ ചൂടുന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഒരു കയ്യിലോ കൊണ്ട് നമുക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ട് നന്നായി ചൂടായിട്ടൊന്ന് താത്തി വെച്ചെടുക്കണം. നന്നായി താത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒന്നും ആവശ്യമില്ല, സിമ്പിളായിട്ടുള്ള പണിയാണ്. ഞാനങ്ങനെ പരത്തിയിട്ടുണ്ട്. ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം, പെട്ടെന്നാവും. കുറേ നേരമൊന്നും ആവില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ, വലിയവർക്ക് നന്നായി കഴിക്കാം. കുട്ടികൾക്കും കൊടുക്കാം. നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങി കൊടുത്തിട്ട് ശരിയാവില്ല. കരിയാണ്ട് ചുടണം. പഴമായതുകൊണ്ട് ഒന്ന് പതുക്കെ സമാധാനത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. മറിച്ചിട്ട് കൊടുക്കാം. മേലൊക്കെ ഒന്ന് എണ്ണ തേച്ചിട്ട് പഴം ഇതുകൊണ്ട് ഒന്നിങ്ങനെ കളറ് ഇങ്ങനെ ആകും. അതൊന്നും സാരി കരിഞ്ഞതല്ല, അത് നന്നായിട്ട് പതുക്കെ നമുക്ക് ചുട്ടെടുക്കാം. ഇതാ അപ്പം ആയിട്ടുണ്ട്, മറിച്ചിട്ടു. ഇനി വേറെ ഒന്ന് ഒഴിച്ച് കാണിച്ചു തരാം. കുറച്ച് എണ്ണ തേച്ച ശേഷം അതേമാതിരി ഇതങ്ങനെ കുറച്ചെടുക്കുക. ഇങ്ങനെ പരത്താൻ കിട്ടില്ല വെച്ചാൽ കുറച്ച് വെള്ളം തൊടുക. ഇതങ്ങനെ പരത്തിയെടുക്കാം. കൈ ചൂടാണ്ട് പരത്തണം. പതുക്കെ ഇത് അങ്ങനെ പരത്തിയെടുക്കാം. പരത്തിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. നന്നായിട്ടുണ്ടാകും. തേങ്ങയും പഴവും
കുറച്ച് മധുരം, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് റവ, വറുത്ത റവയായാലും കുഴപ്പമില്ല, വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. അങ്ങനെ 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമ്മൾ ചെയ്ത് വെച്ച കുട്ടികളൊക്കെ കഴിക്കും. ഒന്ന് അടച്ച് വയ്ക്കാം, എളുപ്പത്തിലാകും. ഒന്ന് മറിച്ചിട്ട് നോക്കാം. മേലെ എണ്ണയൊക്കെ ഒന്ന് തേച്ചിട്ട് നേരത്തെ നന്നായിട്ട് ദോശക്കല്ല് ചൂടായ കാരണമാണ്. അപ്പം അതൊക്കെ നമുക്ക് എടുക്കാം. നന്നായി കിട്ടും, സമാധാനത്തിൽ നമുക്ക് ചൂടാം. ഞാൻ കുഴച്ചതിൽ ഒരു 4 എണ്ണം കിട്ടും. ഞാനിപ്പോൾ 2 എണ്ണം ചുട്ട് കാണിക്കുന്നുണ്ട്. ഇതൊന്ന് ആയിട്ട് എടുക്കാം. ഇതാ റവ കൊണ്ട് ഒരു സൂപ്പർ അപ്പം റെഡി ആയിട്ടുണ്ട്. തേങ്ങയും പഴവും കുറച്ച് പഞ്ചസാര വെല്ലം ഇടാം. വെല്ലം ഇല്ലാത്ത കാരണം പഞ്ചസാര കുറച്ച് ഇട്ടിട്ടുണ്ട്. പഴത്തിൽ മധുരം ഉണ്ടാകും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മധുരം ചേർത്തിയാൽ മതി, അല്ലെങ്കിൽ ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ ഒന്നും ആവശ്യമില്ല കഴിക്കാൻ, വെറുതെ ഒന്ന് കഴിക്കാം. ഞാനിത് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. നമ്മുടെ റവയും തേങ്ങയും പഴവും ഒക്കെ ആയിട്ടുള്ള ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഇടാം. പഴമായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതൊന്നും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക, അഭിപ്രായം പറയുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.